എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു ചേട്ടാ? അച്ഛൻ പിന്നെ ആ ദേഷ്യത്തിന് എന്നെ തേച്ചിട്ട് അച്ഛനെ തേച്ചിട്ട് പോയ ആ സ്ത്രീയില് അവരുടെ അനിയത്തിയെ ഓടിച്ചിട്ട് കല്യാണം കഴിച്ചു. ആണോ? അയ്യോ, അങ്ങനെ ആവുമ്പം ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയല്ലേ? അതങ്ങനെ ചേട്ടാ, ചേട്ടന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് ചേട്ടന്റെ അമ്മയുടെ ചേച്ചിയല്ലേ? അതെ അതെ അല്ലേ? അതെ. ആ ചേച്ചിയുടെ അനിയത്തിയല്ലേ രണ്ടാമത് ചേട്ടന്റെ അച്ഛൻ കല്യാണം കഴിച്ചത്? ഒരു ചേച്ചിയുടെ അനിയത്തി എന്ന് പറയുമ്പോ ആരാ? അത് കുഞ്ഞമ്മയല്ലേ? കുഞ്ഞമ്മയാണ്. അങ്ങനെ ആവുമ്പോ ചേട്ടന്റെ അമ്മ ചേട്ടന്റെ കുഞ്ഞമ്മയാ. എന്റെ അമ്മ എവിടെ പോയി? ചേട്ടന്റെ അമ്മ എവിടെ പോയി എനിക്കറിയാവോ? അമ്മേ, എന്റെ അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയി? അമ്മേ, 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 എനിക്ക് അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എടാ പേക്കൂത്ത് കാണിക്കാതെ പോയി കിടന്ന് ഉറങ്ങടാ കൊച്ചെ. ഇത് തന്നെ എന്റെ അമ്മ. ആണോ? അത് തന്നെ എന്റെ അമ്മ. മറ്റേ ഇപ്പഴേ ഒരു തമിഴ് പാട്ടുണ്ടല്ലോ, വാട്സാപ്പിൽ വന്ന പാട്ട്. എന്താ? അഴുകുപ്പുള്ള അഴുകുപ്പുള്ള അഴകുപുള്ള നീ ഈ സാഹചര്യം ലോൺ അടച്ചാ? എടി, ലോൺ അടയ്ക്കാൻ എങ്ങനെയാടി പറ്റുന്നത്? എന്റെ ചേട്ടൻ ജോലിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്റെ വീട്ടിലും വന്നിട്ടില്ലടി. എന്റെ കെട്ടിയാണെന്നിട്ട് നിന്റെ വീട്ടിൽ പറഞ്ഞത്? അയ്യോ, നിന്റെ കെട്ടിയന്റെ കാര്യമല്ല പറഞ്ഞ, എന്റെ കെട്ടിയന്റെ കാര്യ. പിന്നെ ഇവരൊക്കെ എവിടെ പോയി? നീ എന്തിനാ എപ്പോഴാ പാവത്തിനെ സംശയിക്കുന്നത് അങ്ങോട്ട്? എടി, സംശയിക്കാൻ കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് സംശയിക്കുന്നത്. എന്ത് കാര്യം? നിനക്ക് ഞാൻ കാണിച്ചു തരാം. കൊടുത്തലാണോ കാര്യം? എടി, കഴിഞ്ഞ ദിവസം എന്റെ ചേട്ടൻ അങ്ങ് മൂന്നാർ ജോലിക്ക് പോയി. നീ പറഞ്ഞല്ലേ? എന്നിട്ട് രാത്രിയായപ്പോ എനിക്കൊരു മെസ്സേജ്. എന്ത് മെസ്സേജ്? ഇവിടെ മഞ്ജു ഉണ്ട്, ഞാനതുകൊണ്ട് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ. ദൈവമേ, ദൈവദോഷം പറയാ ആ പാവത്തിനെ കുറിച്ച്. എടുത്തേ വരൂടി. ആടി, ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചു തരാം. ദാ നോക്ക്, ഇവിടെ മഞ്ജു ഉണ്ട്, ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ വരുള്ളൂ. എടി മന്ദബുദ്ധി, ഇവിടെ മഞ്ജു ഉണ്ട് എന്നല്ല, ഇവിടെ മഞ്ഞുണ്ട്, അതുകൊണ്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ട് നാളെ വരുള്ളൂന്ന്. മൂന്നാറല്ലേ പോയേക്കണത്? എടി, മഞ്ജു ഉണ്ടെന്നല്ല, അല്ല മഞ്ഞുണ്ട്. മഞ്ഞുണ്ടെന്നായിരുന്ന? അയ്യോ അയ്യോ, എടി ഞാൻ പെട്ടോടി. എടി ഞാൻ പെട്ടുപോയി. എടി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ തിരിച്ചങ്ങേർക്ക് ഒരു മെസ്സേജ് അയച്ചടി. അതെ, അവിടെ മഞ്ജു ഉണ്ടെങ്കിൽ ഇവിടെ സഞ്ജു ഉണ്ട്, നിങ്ങൾ ഇന്ന് വരണ്ട, നാളെ വന്നാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, വെള്ളം കൊടുക്കണം.